ഹായ് ഗൈസ്, ഞാൻ അൻഷറിൻ്റെ വീട്ടിലുണ്ടായിരുന്നപ്പോൾ ഞങ്ങൾ വെറുതെ പറമ്പിൽ നടക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ അപ്പുറത്തെ വീട്ടിലത്തെ കുറച്ച് ഇലകൾ നമ്മുടെ പറമ്പിലേക്ക് ഇങ്ങനെ ചാഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. ഈ സംഭവം ഞാൻ നേരത്തെ കണ്ടിട്ടുള്ളതാണ്, പക്ഷേ ഇത് കറുവപ്പട്ടയുടെ മരം എന്നുള്ള കാര്യം എനിക്ക് അറിയണ്ടായിരുന്നില്ല. അങ്ങനെ അമ്മായി അത് കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് കുറച്ച് ഇലകളൊക്കെ പൊട്ടിക്കുന്നുണ്ടായിരുന്നു. എന്തിനാന്ന് ചോദിച്ചപ്പോൾ ഒരു സംഭവം ഉണ്ടാക്കാനാണെന്നാണ് പറഞ്ഞത്. വേറെ ഒന്നുമല്ല, കുമ്പിളപ്പാണ് ആൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. കഴിക്കാൻ പോകുന്നതും ആദ്യമായിട്ട് തന്നെയാണ്. ഇങ്ങനെ കറുവപ്പട്ടയുടെ ഇല വെച്ചിട്ട് കുമ്പിളപ്പം ഉണ്ടാക്കുന്നുള്ള കാര്യം എനിക്കൊരു പുതിയൊരു അറിവായിരുന്നു. ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഇന്ന് കുമ്പിളപ്പം ഉണ്ടാക്കാൻ പോകുന്നത്. അതിലേക്കുള്ള ശർക്കരയൊക്കെ ഒരുക്കാൻ വെച്ചിട്ട് മാവ് നന്നായിട്ട് കുഴച്ചെടുത്തു. പിന്നെ നമ്മുടെ സാധാരണ അട പോലെയല്ല, ഇതിൽ നാളികേരൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു ടേസ്റ്റിന് അമ്മായി 2-3 ഉള്ളിയും കൂടി അതിൻ്റെ കൂടെ അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള പലഹാരങ്ങളിലൊക്കെ ഈ ഉള്ളിയുടെ ഫ്ലേവർ വരുന്നത് എനിക്ക് നല്ല ഇഷ്ടമാണ്. എൻ്റെ വീട്ടിലെ അമ്മായി വെളിച്ചെണ്ണ ഉണ്ടാക്കുമ്പോഴൊക്കെ ഉള്ളി ഇതുപോലെ ചേർക്കാറുണ്ട്. അപ്പോൾ എനിക്ക് ആ ഒരു ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അമ്മായി ഇതിലും എനിക്ക് ഉള്ളിയൊക്കെ ചേർത്തിട്ടാണ് തന്നിട്ടുള്ളത്. പിന്നെ ജീരകം കൂടിയും ചേർത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ശർക്കരപ്പാനിയൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കറുവപ്പട്ടയുടെ ഇലയിലേക്ക് കുറേശ്ശെ മാവ് എടുത്ത് വെച്ചിട്ട് ഇതുപോലെ ഒരു ഈർക്കിളി കഷ്ണം എടുത്തിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കണം. അങ്ങനെ ഈ മാവെല്ലാം നമ്മൾ ഇതുപോലെ ഒരേ ഇലയിൽ വെച്ച് പൊതിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഇഡ്ഡലി പാത്രത്തിലേക്ക് ഇതെല്ലാം വെച്ച് കൊടുത്തിട്ട് നന്നായി സ്റ്റീം ചെയ്തെടുക്കണം. ഒരു 10-15 മിനിറ്റിനുള്ളിൽ നമുക്ക് സംഭവം റെഡി ആയിട്ട് കിട്ടും. ഈ പാത്രം ഇങ്ങനെ തുറക്കുമ്പോൾ നല്ല കറുവപ്പട്ടയുടെ ഇലയുടെ സ്മെല്ലാണ് വരുന്നത്. അതിൻ്റെ ഒരു പീസ് എടുത്തിട്ട് ഞാൻ കഴിച്ചു നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ചിലർക്ക് ആ കറുവപ്പട്ടയുടെ സ്മെല്ല് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല, പക്ഷെ നമ്മൾ ആ അപ്പത്തിൽ കഴിക്കുമ്പോൾ ഈ ഫ്ലേവറൊന്നും അധികം വരുന്നില്ല. ശരിക്കും ആ ഒരു ഗോതമ്പിൻ്റെയും ഒരു അടയുടെയൊക്കെ ടേസ്റ്റ് ആയിട്ടാണ് വരുന്നത്. നമ്മുടെ നോർമൽ വാഴയിലയിൽ ഉണ്ടാക്കുന്ന അടയേക്കാളും ചെറിയൊരു വ്യത്യാസമാണ് ഇതിന് വരുന്നുള്ളൂ. എന്തായാലും നല്ല ടേസ്റ്റാണ്, എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. പത്തുള്ളൂ ഗൈസ്, ബൈ.